നമ്മളിങ്ങനെ നമ്മളെന്ന് മൈൻഡ് ചെയ്യൂല. ഇതന്നെ സായിപ്പിനോടൊക്കെ പബ്ജി പി സി ഇനി കളിക്കണത്. ഫുള്ള് സായിപ്പോയിട്ട് അവിടെ സായിപ്പന്മാരോടാ. 60 ഫുള്ള് ഡേ ഗെയിമിംഗ് കച്ചിയും കാണാൻ സ്കിപ്പ് ചെയ്യാനെ കാണാം കാണാം. ഞാനൊക്കെ ആണ്. കണ്ടിട്ടുണ്ട്. ഇത് ഇന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് മുമ്പ്. യൂട്യൂബിൽ ഓരോരോ കണ്ടന്റ്സ് ആണ്. നമ്മളതൊന്നും സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. അതായത് നമ്മള് ബിരിയാണി ബിരിയാണി എടാ, നിങ്ങളവിടെ ആ ഈ പ്ലെയിന് പൊട്ടിയില്ലേ ഇത്? കൊച്ചെറുക്കൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നേ. കൊച്ചെറുക്കന് അത്ര അമലേ ഈ പ്ലെയിന് പൊട്ടുമല്ലേ ഇതിന്? പ്ലെയിൻ ക്രാഷ് ആവും. പ്ലെയിന് പൊട്ടി, പ്ലെയിന് പൊട്ടി, രാവിലെ എന്ത് ചെയ്തേച്ചാ പ്ലെയിന് പൊട്ടുമല്ല. പ്ലെയിൻ കിട്ടും പ്ലെയിൻ ഞാൻ കുറച്ച് കളിക്കണം. എന്നാ ഞാൻ ഒരു കമ്പൊക്കെ എടുക്കാം. കമ്പൊക്കെ എടുക്കാം. ഞാൻ പോണേ നിങ്ങളവിടെ. അത് എൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെ എന്തിനാ അതാ? എൻ്റെ അടുത്ത് പറഞ്ഞു. കളക്കും. എന്ത് ഗ്രാഫിക്സ് ഇടാ ഇതിന്? ഗ്രാഫിക്സ് ഉണ്ടല്ലേ അല്ലേ? അത്യാവശ്യം നല്ല കേൾക്കുന്നുണ്ട്. ഇതൊരു തുണിയിടാത്തവൻ ഓ വന്ന് കിടന്നേ. കൊച്ചെറുക്കനെ കൊണ്ടുപോണി. ലൈഫ് പറയാം മിണ്ടേ മിണ്ടേ എടാ ഒരു കുഴപ്പമാണിക്കല്ലേ. തുണിയിടാത്തവൻ വന്ന് കൊച്ചെറുക്കനെ കൊണ്ടുപോയടാ. രക്തം കൊണ്ട് കുളിഞ്ഞിരുന്ന വിട്ടേ. കൊച്ചെറുക്കൻ എനിക്ക് വേണമായിരുന്നു കൊച്ചെറുക്കനെ. അമല ആ അമല അമല അമലെ നമ്മള് നമുക്ക് നമുക്ക് പ്ലെയിൻ ക്രാഷ് നമുക്ക് നമുക്ക് പുതിയ ഒരുപാട് ആഗ്രഹമുണ്ട്. നിന്റെ വെയിറ്റ് ചെയ്താല് അയ്യോ ഞാൻ കുത്താൻ പാടില്ല. ഇവന് ആക്രമണം കാരണം ഒന്ന് ഞാൻ വായി നീ അമിന് അടിക്കണ്ട മിണ്ടാ ലൈഫ് പറയാ ലൈഫ് പറയും കുത്തി അങ്ങനെ കളപ്പില്ല. ഭയങ്കര വെട്ടോടെ നിങ്ങൾക്ക് അങ്ങനെ നിന്റെ നിന്റെ ഗെയിം നോക്കിട്ട് കുപ്പി ഇരിക്കണ ഒരു ബ്രാൻഡി ബിരിയാണി ഇരിക്കണ്. ഞാൻ എല്ലായിടത്തും തിന്നു. ഞാൻ എല്ലാം കൊണ്ട് ഞാനും കാണുന്ന കുറെ കുപ്പിയൊക്കെ എടുക്കും. അവൻ വെളിയിലിട്ട് ഇറങ്ങിയാണ് പോലെ പ്രസവിക്കാൻ പാടില്ല കേട്ടോ പ്ലെയിനില്. ആ ബോർഡ് എഴുതി വെച്ചിരിക്കണം. വെളിയിലിറങ്ങിയാണ് മാറാ അഭിനവേ പറ്റി അടിച്ച് വന്നു. മാറാ എന്തൊരു സോഡ വെളിയിലിറങ്ങി അവിടെ നിന്ന് സോഡ എടുത്ത് സൈഡിൽ നിന്ന് മാറാ. മാറാ അഭിനവേ ഇവനെ കളിച്ച് വിളിക്കരുത് പിന്നെ കൊല്ലി. ഇങ്ങോട്ട് വെളിയിലിറങ്ങിയാണ്. ഇവന്റെ ബോഡി ഇവിടെ കിടക്കണോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. പോയി അത് ബിരിയാണി ഒക്കെ ഇരിക്കണം. റീസ്പോൺ ആയടാ. വന്നു എന്തിരി അവിടെ വെളിയാൻ കാണിച്ചാണ് ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നു. തിന്നോണ്ടല്ല ബാഗ് എന്തോ എടുത്തു. പ്രിൻസ് അടിച്ചിടല്ലേ പിന്നെ അവനൊന്നും വട്ടം വരെ എനിക്കാ ജനിച്ചപ്പോ നികയായിട്ട് അവന്റെ സ്വഭാവത്തിനനുസരിച്ച് അവന് മറ്റേ അവന്റെ പാല് പ്രിവിലേജസ് എല്ലായിരുന്നു കാണുന്നു. മരം വെട്ട ആദ്യം ഫുഡ് എങ്ങനെ കഴിച്ചു ഫുഡ് എല്ലാം ഇൻവെന്ററി എടുത്തു. അവിടെ അകത്ത് സോഡ ഉണ്ട് കുറെ എടുത്തു. അകത്ത് സോഡയൊക്കെ ഉണ്ട് കുറെ എടുത്ത്. അതൊക്കെ എടുത്ത് കൊറേ എടുത്തിട്ട് വല്ല തിന്നണോ ഇതിലൊന്ന്? അതിനൊക്കെയിട്ട് എല്ലാം കൂടി ലൈഫ് കുറവാണ്. ലൈഫ് കാണിക്കും ഇവിടെ വൈത്തിരി ഒന്നുമില്ല. ആ ചോപ്പ് ലൈഫും പോലെ പാത്രം പിടിച്ചോണ്ടിരിക്കുന്നു. കേറാൻ പറ്റില്ല അതിനകത്ത് പ്രകാരം അതെന്ത് റെഡി എന്തിനു പറഞ്ഞ അമ്മൻ 69 വയസ്സാകുമ്പോ നീ 69 വയസ്സുള്ള മാമനാണ്. വണ്ട ഏത് വഴി കയറിയ ഞാൻ അത് കയറിയപ്പോ കയറാൻ പറ്റില്ലല്ലോ എനിക്ക്. നിങ്ങൾ 3 പേര് മാത്രം ചാവാത്തത്. ഞാനത് വണ്ട കയറി അഭിനവ് കയറി എവിടെ ഓടി കയറി ഞാൻ കയറിയില്ല. ആ ഞാൻ കയറി ആദ്യം ചെറിയ ചെടി എന്തോ വെട്ടണം അങ്ങനെ എന്തോ ആണ്. വെട്ടിലൊക്കെ എല്ലാം കാണുമായിരിക്കും. അവര് ഒരു കിഡ്നിയുടെ പണം പോലെ കണ്ട അവിടെ അതാണ് ഫുഡ്. ഓ നമ്മൾ മെയിൻ സാധനം നടുക്കൊരു ആ ചോപ്പിന്റെ നീലയിലൊക്കെ നടക്കൊരു സാധനം കണ്ട ഒരു എന്തോ ഒരു സാധനം ഒരുമാതിരി കിഡ്നിയാ? അത് തന്നെ അതാണ് മറ്റേത്. ഇവനെ കഴിക്കണ്ട നോക്കോ അവൻ എന്തോ ചെയ്തേ. ലൈറ്റ് ആണോ അതൊരു കത്തിക്കും വാഫിയ.
ഫുഡ് ഫുഡ് ഫുഡ്. ആ മരം വെട്ടണ്ടേ? ചുമ്മാ വെട്ടിയാ മതിയാ? മരത്തിൽ വെട്ടിയിടണോ ഞാൻ കേട്ടോ? ചെറുതാണ് എടുത്തത്, ഒരു ചെറിയ മരം എടുത്ത് ഞാൻ. ചെറിയ മരം എന്താണ് ഞാൻ ഈ മരം വെട്ടിയിടുന്നുണ്ട്. അറിയാമോ കളിക്കാൻ എങ്ങനെയെന്ന്? ഞാൻ അധികം നോക്കിയൊന്നുമില്ല. ഞാൻ നോക്കില്ല. പണ്ടപ്പോഴും അക്ഷര കളിക്കാൻ കയറി. ഞാൻ ജസ്റ്റ് ഒന്ന് സിംഗിൾ പ്ലെയറിൽ ജസ്റ്റ് ഒന്ന് കയറി. ഞാൻ അങ്ങനെ കയറി ലാഗുണ്ടോ നോക്കെ. ഓ മരം വെട്ടി മരം ഓടി. അല്ലിതെന്തേ വെട്ടി വെട്ടി തീരണില്ല. ഇപ്പുറത്തൊന്നും ഇട്ടണം ഒന്നാണ്. ആ മരം എടുത്തേ. എന്തൊരു മരം ജിയൊക്കെ താഴെ വീഴും. വീഴടാ. ഇതൊരു മരം ഇത് വീണില്ല. അതോ വീണ്. മരം കൊണ്ട് എന്ത് ചെയ്യണം? എനിക്കറിഞ്ഞൂടാ. കിളിയെ കൊല്ലി. സ്റ്റിക്ക് കളത്തിയാൻ പറ്റും കേട്ടാ. മരം പൊട്ടി കിളി പോയി. എടങ്ങോടോ കൊറേ ഷാർക്ക് കത്ത് കിടക്കണം. ഇവിടെ താഴ്ത്തിറങ്ങി ഷാർക്ക് കത്ത് കിടക്കണം. ഇതൊന്ന് നനച്ചെടുത്താണ് എനിക്ക് നമുക്ക് വീണ്ടും വളർത്താം. നനവ് വേണം ഇതിൽ കുറച്ച്. എന്താ വെള്ളം കളിക്കാൻ പറ്റുമോ? എടാ ഇത് കാണാൻ പോലെ നമുക്ക് ഉണ്ടെന്ന്. എങ്ങനെ വെട്ടണം? അങ്ങനെ വെട്ടിയാ മതി. അത് തല വെട്ടി എടുത്തേ. തല വെട്ടി എടുത്തിട്ട് ഗുണം നീ പകുതി അതിനൂടെ ഇത് വെട്ടി നോക്കിട്ട്. ഞാൻ ചാടി ബീനൊക്കെ ഓപ്പൺ. എടാ ബീനൊക്കെ ഓപ്പൺ സർവൈവ് ബുക്ക്. എടാ ബീനൊക്കെ ഇപ്പൊ ബുക്ക് തുറക്കാൻ പറ്റും. ആ ഫയറിന് നമുക്ക് കപ്പലേറി പോവാം. ബീനൊക്കെ ബുക്കിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ട്. കപ്പലിൽ പോയിട്ട് വരാം. നീ ആദ്യം കപ്പല് ബുക്കൊക്കെ പിന്നെ കപ്പലിൽ കപ്പലെല്ലാം ഉണ്ടാ? പോണേ ഉള്ളൂ. ിപ്രക്കിൽ എന്തെങ്കിലും കാണാനില്ല. ഒരു ബറി ട്രക്ക് ജീവനുള്ള ചാർക്കൊന്നും ഇല്ലേ? കാണും. അടുത്ത ബുക്ക് ഇവിടെ മനുഷ്യാവസര സ്ഥലമാണല്ലേ ഇത്? ക്യൂ വന്നു. ക്യൂ ആക്കിയാണ് അവരെ. ഒറ്റ മിസ്സിംഗ് അന്ന് ഒരു വണ്ണമുള്ള ഇത് ഓടോ? ഈ സാധനം ഓടോ കപ്പല്? ഇവിടെ ഇതിരിക്കട്ടെ, ഒരു തന്നെ തല ഇരിക്കണ്. അല്ലേ എവിടെ? അവിടെ ടേബിളിൽ ഇതാ ഒരു നെഞ്ചും കൂടും ഒക്കെ അവിടെ ഇരിക്കുന്നു. എന്തിനാ എത്ര കാലുള്ള മനുഷ്യന്റെ ഫോട്ടോ ഒക്കെ എടുത്തോ? ഇവിടെ സേവ് ചെയ്യണം. ഇവിടെ സേവ് ചെയ്യണം. സി എനിക്ക് സേവ് പൈസ ഒക്കെ ഇല്ല അറിയണം. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഷെൽട്ടർ ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ സോംബി ഒന്നും പിടിക്കുന്നു. വണ്ണിൽ സേവ് ചെയ്താൽ സ്റ്റെപ്പ് 2 ബേസിക് സർവൈവല് ബിൽഡ് ഷെൽട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു സ്ലീപ്പ് ആൻഡ് ടു സേവ് യുവർ ഗെയിം. 7 സ്റ്റിക്ക് 6 റോക്ക് 7 ലോഗ് വേണം. ആ ഷെൽട്ടർ ഉണ്ടാക്കാം. വാ ഇതല്ല ഷെൽട്ടർ. ഇത് ഷെൽട്ടർ അല്ലല്ലോ. ബീച്ചിന്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയ വ്യൂ ആണ്. വ്യൂ 7 ലോഗ് വേണം. മരം വെട്ടി 7 ലോഗ് ആക്കുന്നേ. 7 ലോഗ് എടുക്കാം. ആ അതൊന്ന് അത് ലോഗാണ് നമ്മുടെ അടുത്തത്. അത് ലോഗാണ്. അതോ നമ്മുടെ തലയിൽ കൊടുത്ത് സ്പ്രിന്റ് ഷിഫ്റ്റ് അല്ലേ? ഞാൻ ഇവിടെ നിക്കുമ്പോ അവൻ 7 സ്റ്റിക്ക് ഞാൻ ഇവിടെ നിന്നപ്പോ അവൻ ഓപ്പൺ നിന്ന് പണ്ണു കവർ പോലും എടുത്തില്ല. ഇവിടെ കൊണ്ട് നമ്മള് സാധനം ഇട്ട് കൊടുക്കണം കേട്ടാ. മനസ്സിലായ? ഇത് ക്യാമ്പ് ഫയർ. ഇത് ആവശ്യമില്ല. ഇല്ലേ ബീച്ചിന്റെ അപ്പുറ സൈഡ് വെക്കണം. അതാ ഇവിടെ തന്നെ വെക്കാനാ? അപ്പുറ സൈഡ് എവിടെ? ലോഗ് എടുക്കണോ ഇനി?
ഓ 7 ലോഗ് വേണം. നീ ഞാൻ നോക്കട്ടെ, ബുക്ക് എടുത്ത് നോക്കട്ടെ. ഇതിനകത്തോണ്ട് 14 തടി ഉണ്ട്. താഴെ തടി എടുത്തിട്ട് തരാൻ പറ്റുമോ നോക്കിയാണ്. ആ തടി ഉണ്ട് ഇതിനകത്ത് നോക്കടാമല്ലേ. നീ തടി ഉണ്ടായിരുന്നല്ലോ കയ്യിൽ. അല്ല 7 ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ തടി വെട്ടണം. എന്റെ കടാ ജിഎസിനെ വെട്ടണം. ജിഎസിനെ പോലെ വെട്ടണം. സൗണ്ട് കേട്ടാ. ബാക്കിൽ അഭിനയന്റെ ബാക്കിൽ സോംബി നോക്കിയത് ഉടുപ്പിടണ്ടിരിക്കണം. അവന്റെ ബാക്കിൽ നോക്കി ഓടിപ്പോണു. ഇല എവിടെ നിന്ന് എടുക്കും? ഇൻവെന്ററിയിലല്ലേ കാണിക്കണ തന്നെ. മരം വെട്ടുമ്പോ കൂടെ കിട്ടും. ചെറിയ ജിഎസിനെ വെട്ടുമ്പോ കിട്ടും. പറയല്ലേ. പെരുത്ത സാധനം എന്നവര് കാട്ടുദേവി അനുഗ്രഹിച്ചു. ബഗ്ഗാണാ കാൺ ക്യാരി ഇനിയും ഓർവോ. ഞാൻ ഒന്നിനെ തന്നെ എടുത്തോണ്ടിരുന്നതാണ്. അപ്പം മറ്റേ മോളിൽ നിന്ന് വീണ പോലെ തോന്നി. മാക്സിമം എന്റെ സാധനങ്ങളായി. അമ്മമാരൊക്കെ എന്തൊരു ഇഷ്ടമല്ലേ. ഞാൻ പെട്ടെന്ന് ടിവിയില് കമ്പ്യൂട്ടറിലെ മോണിറ്റർ കാണാം. ഈ മരം അല്ലേ വെട്ടേണ്ട? വീട് പണി കഴിഞ്ഞ ഇല വെച്ചാ നമ്മളെ ഇവന്മാരെന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാ? എടാ നമ്മളെ ടീം ഫയർ ആണല്ലേ. എടാ ഭയങ്കര അടിയടാ. അഭിനയം അടിക്കണം. അയ്യോ കൊല്ലടാ. ഇതിനെ ക്യാരി ചെയ്ത് എന്ത് ചെയ്യണം? ഇതിനെ കത്തിച്ച് വേവിക്കാൻ പറ്റുന്നോ? ഇവിടെ രാത്രി നമ്മളെ കയറി കിടന്നോണേ. ഇതിനെ വേവിക്കാൻ പറ്റുന്നോ? നമുക്ക് വേവിക്കാൻ സാധനം ഉണ്ടാക്കിയല്ലേ. സ്റ്റാൻഡി ഉണ്ടോ അതിനകത്ത്? 100% സാനിറ്റി ഹെൽത്ത് ഒക്കെ എഴുതാൻ പറ്റും ബുക്കിനകത്ത്. ക്യാമ്പ് ആണുങ്ങളെ ഈ സാധനങ്ങളുണ്ടെങ്കിൽ കിട്ടണം അമ്മലെ. ഇവിടെ ക്യാമ്പ് ഫയർ വെച്ച് സാധനങ്ങൾ കൊണ്ടിട്ടാണ്. ആ ഇല എവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ലല്ലോ. ഏതാണ് ഗോപു? ഇതൊക്കെ ഇത് ഗോപു അയ്യൊക്കെ ഇട്ട് യൂസ് ആക്കിയാൽ അയ്യൊക്കെ ഇവിടെ യൂസ് അത് ഇല്ല കുഴപ്പമില്ല. ഗോപുവിനെ കാണാനില്ല അത്. അപ്പൊ അതിനകത്ത് ഇല നമ്മൾ ഞെക്കണോ അതോ അതിനെ സ്റ്റിക്ക് എടുക്കുമ്പോൾ ഇല കിട്ടിക്കോളൂ? ചെറിയ ചെടികളൊക്കെ സൈഡിലുള്ള പുല്ല് പോലൊക്കെ പൊട്ടിച്ചാൽ ഇനി ഒരു ലീവ്സും കൂടെ വേണം. ഞാൻ എൻ്റെ 2 ലീവ്സ് ഉണ്ട്. ആ കത്തുവോ? കത്തിയാണ്. ആ കത്തി യാത്രയാവണല്ലേ. ഇത് കത്തിച്ചുള്ളത് എന്തിനാണ്? അയ്യോ ചൂട് കിട്ടുവോടോ? വെള്ളം അവിടെ കത്തിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. കത്തിക്കാൻ പറ്റിയ കത്തിച്ചോണ്ടിരുന്നു. അത് ബഗ്ഗുമായി. അത് കത്തിച്ച് അഭിനയം എന്ത് പ്രശ്നം?
പിന്നെ അത് എന്ത് സുഖം കിട്ടി പച്ചയായതാ, ഇപ്പൊ? അതുകൊണ്ടാ അത് അവിടെ അങ്ങ് ഇരിക്കുന്നു. അത് ഉണ്ടാക്കാൻ വേണ്ടി അതങ്ങനെ കഷ്ടപ്പെട്ട് എവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഇറച്ചി ആയിരുന്നത്. അതുകൊണ്ട് മറ്റെല്ലാം ഞാനും ഉണ്ടായിരുന്നു. പെണ്ണും ചത്തിട്ട് ഓടിയ സാധനമായിരുന്നു അത്. സത്യമായിട്ട് ചത്തിട്ട് ഇതെല്ലാം ആയല്ലേ കത്തിച്ചാണത് ചത്തിട്ട് കത്തിക്കാൻ എങ്ങനെയായിരുന്നു? നീ കത്തിയില്ല അതി അത്. ഏഹ് അത് വീണ്ടും പിടിച്ചാ തീ പൊട്ടിക്കാനായിരുന്നാ ഉണ്ടാക്കിയാ അടുത്ത വയ്ക്കാൻ പറ്റി. തടിയില്ല, ഇലയൊന്നുമില്ല കേട്ടോ. എടാ രാത്രിയാണ് ഉണ്ടാക്കി വെട്ടം പോയി അല്ലെങ്കിൽ മോബൈലാണ് പക്ക കാര്യം. പെട്ടെന്ന് ഉണ്ടാക്കണം. ഞാൻ വച്ചു, ഞാൻ ഇല എടുത്തിട്ട് തരാം. എന്റെ ഉണ്ടല്ലോ വച്ചാ ഓ നമ്മളിന്റെ കയ്യിൽ എന്തിനാ നമ്മളിന്റെ ഇത് മറ്റേ അവന്മാരെ കത്തിക്കാൻ പറ്റുമോ ഇതിൽ? കത്തിച്ച് കത്തിച്ച് ഈ അഭിനവിന് കള 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 ടാബ് വയ്ക്കി കിക്കും ബാനും പറ്റും. എടുത്ത് കള എടുത്ത് കള. 3-4 രണ്ടാമത് തൊട്ടാണ്. ഓ വെള്ളത്തിറങ്ങിപ്പോ ഷാർക്കിനെ കത്തിക്കാൻ പറ്റിയ തല എടുത്തോണ്ട് വന്നാണ്. കിടന്ന് ഉറങ്ങാൻ നോക്കിയാൽ എവിടെയാണ് ഷാർക്കിന്റെ തല? എങ്ങനെ കിടക്കണേ? നേരത്തെ ഇതെന്തോ ഇതല്ല സേവ് ചെയ്യാൻ പറ്റുമെന്നാണ്, കിടക്കാൻ പറ്റിയതെന്നാണ്. അല്ല 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 ഒരു ഇത് കാണിക്കണം, ടൈമർ. അതെന്തോ ആയിട്ടേ കിടക്കാൻ പറ്റി, ഒരു ടൈമർ കാണിക്കണം. ഇതെന്തൊക്കെയാ കണ്ട ഇല്ലൊക്കെ കിട്ടി എനിക്ക്. ഞാൻ ഒരു ക്യാമ്പ് ഫയർ ആക്കി. അവനെ ഇത് പൊടിച്ചെടുത്ത് കളയാ ഉറപ്പായിട്ടും. സ്റ്റിക്ക് കൊണ്ട് വെച്ചാൽ നമ്മളെ പെണ്ണി വെച്ചാണ്. രണ്ടെണ്ണം കൂടെ കാണും. ഇലയില്ല. ആ ടൈമർ ആണ്, അത് ടൈമർ ആണെന്നോ എന്തിനും ആണ്. അല്ല കാണാമോ? ഭയങ്കര ഇരുട്ട്. ഇല കിട്ടിയാ? നമ്മളൊരു ക്ലീനൊക്കെ ഒന്ന് സോറി ഒന്ന് ക്ലിയർ ആരായിരുന്നോ തലയോ തല അച്ചീവ്മെന്റ് പോലെ കൊണ്ട് കിടക്കാം കേട്ടോ. എന്തിനെ കൊന്നാലും അതിന്റെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് തല. എടാ ഇല കിട്ടിയാ? ഇല എടുക്കാമാണ്. നീ ഇത് ഇട്ടാ കണ്ടു അതെ ഞാൻ ഇല എടുക്കാൻ പൈസ ഒന്നും കണ്ടുവിടെ. ഇല മരം തന്നെ അടുത്ത അച്ചീവ്മെന്റ് അടുത്ത സാധനം അവരുടെ കളി എവിടെയെങ്കിലും സാമ്പിൾ ചെയ്താൽ മതി കാട്ടിൽ. ഫസ്റ്റ് ഡേ വേണ്ടി ഒന്ന് സ്പോൺ ആവാതിരിക്കുന്നുണ്ടോ? മറ്റേ സാധനം പോലെ ഓരോ കിട്ടില്ല മോമോസ് ആണോ? ഇത് പൊടിച്ച അക്കളാണ് അമല. തീ പിടിക്കല്ലേ അടുത്ത അത് അവൻ പൊടി തന്നെ പൊട്ടിയതാ. അത് വീട് അവൻ പൊടിച്ചതാ. എനിക്ക് സിയാണ് കാണിക്കണം ഇത് വയ്ക്കാൻ. എന്റെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ആ വെള്ളത്തിൽ തീ പിടിച്ച് വെള്ളത്തിന് പോയി ലൈറ്റർ എങ്ങനെ അവൻ്റെ കയ്യിരിക്കണ? ഇനി എന്തേലും സ്റ്റെപ്പ് 1 ചെയ്ത് I can use to keep warm, light up, nice to scare off enemy but warmed and night actually attention. എടേ ചില പോയിസൺ അല്ലേ കൊണ്ടുപിടിച്ച് തിന്നല്ലേ അതൊന്ന്. ബില്ലെ ഷെൽട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു സ്ലീപ്പ് ആൻഡ് ടു സേവ് യുവർ ഗെയിം. അത് പൊട്ടിച്ചല്ലേ വേറെ നോക്കിയാണേ. എന്തൊക്കെ വേണോ ഇത് ഉണ്ടാക്കാൻ? ലൈറ്റർ എങ്ങനെ കളയണത്? അതിനെ ഐ ഞെക്കിയിട്ട് ക്യൂ പോയാ മറ്റേ സാധനം വന്നില്ലേ? അമ്മാൻ എടാ അമ്മ തടി എടുത്തിട്ട് തടി എടുത്തിട്ട് കൊടുക്കണം. തടി എടുത്ത് വലിയ തടി എടുത്ത് അമരൊന്നാ വീണ്ടും അമ്മമാര്. അല്ല മറ്റേ ഇത് കിളി. ഞാൻ കണ്ണി കാണാൻ എല്ലാത്തിനും കൊല്ലത് ഇതായിരിക്കണ്ട. മരുന്നൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. സോഡ കുടിക്കാം. തീയാണല്ലേ അടുത്ത് ഇറച്ചി വേഗം തിന്നിക്കണ വെച്ചാൽ അത് മറ്റേ എടുത്തോടെ തിന്നും കേട്ടോ. ഇൻവെന്ററി വെക്കാൻ പറ്റില്ല. ഇവന്മാര് എല്ലൊക്കെ ഇങ്ങനെ എടുത്ത് അതിന്റെ ഉപയോഗം എന്തിനാണോ?
ഒരുമാതിരി നമ്മള് സാധനത്തിനെ കൊണ്ടായിട്ട് പല ഒരുമാതിരി അച്ചീവ്മെന്റ് പോലെ മാർക്ക് ആയി കിടക്കും. കളി കൊള്ളാന്നല്ലേ അടിച്ച് ആ മരം വെട്ടാൻ പോയ കല്ല് കിട്ടി. കല്ലല്ല, ഇനി 3 കമ്പും എത്ര 4 ഇത് കൊണ്ടുപോകണം. മറ്റേ സാധനം കഴിക്കാൻ മാറടാ. അതങ്ങോട്ട് അവിടെ പോലെ വല്ല ഡാമ അടിക്കുന്നത്. എനിക്ക് രാവിലെ കിടക്കാൻ പറ്റുമോ? ഓ കിടക്കാനുള്ള ഷെട്ടർ നായ പൊട്ടിച്ചല്ലോ. അടി പിന്നെ തീയും പോയി പിടിക്കണ്. ആമയെ ചുട്ടു വന്നാൽ അതിനെ എടുക്കാൻ പറ്റുമോ കൈതി? ഒന്നിച്ചെടുക്കാം. ഓ ചത്തു. എനിക്ക് അടിയിട്ടേ ഞാൻ ശല്യം ഹലോ എടുത്താട്ടാ എന്നെ. ആ ഹായ് എല്ലാരും സുഖാണോ? സുഖം സുഖം സുഖം. നമ്മുടെ എനിക്ക് റോ മീറ്റ് കിട്ടി എന്നെ കൊന്നപ്പം. അമ്മയെ കൊന്നപ്പം പിന്നെ അവനെ ബയോളജി അറിയാമോ? ഇതിനെ ചൂടാവുള്ള എങ്ങനെ അയക്കണത് ഇതില്? ഇവിടെ വയ്ക്കാൻ കാണിക്കും. സി എന്തോ ആണ് വെറുതെ സ്വീകരിക്കാൻ ക്യാമ്പ് ഒന്ന് ഡിസ്ട്രോയ് ആവും. എനിക്ക് കാണിക്കണ്ട ആവശ്യം. ഒരു റോമീറ്റിന്റെ പടം കാണിക്കും അവിടെ. തീ ആണ് ഞാൻ ഇല്ലല്ലോ. അയ്യോ രാവിലെ ആവണം. ആ അമ്മാൻ പോയാ? ഇല്ല ഉണ്ടോ? ഹലോ ആ കേക്കാം അതായത് നമ്മളിങ്ങനെ ഡിസ്പ്ലാവും കേട്ടാ. നമ്മൾ എന്നെ അടിച്ചാണ് നോക്കട്ടെ. അടിച്ചാണ് എന്നെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ഇല്ല കുഴപ്പമില്ല. റൈറ്റ് ക്ലിക്ക് ഇനി അടിക്കില്ല. ബാക്കി നിന്ന് അടിച്ചോളാല്ലേ. ആ ഞാൻ എന്താ കഴിക്കുന്നു. അത് ഞാൻ നേരത്തെ വെച്ചായിരിക്കും. അപ്പൊ വച്ചയൊക്കെ എടുത്തിട്ടേ നിനക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഞാൻ വെച്ചതൊക്കെ ഇനി എന്റെ അയക്കാതെ മീറ്റ് ഇല്ല, കാണാനില്ല ഇപ്പം. അല്ല നിന്റെ ഇൻവെന്ററി അത് നീ അവിടെ വെച്ചാണ്. ഇത് ഞാൻ നേരത്തെ കൊണ്ടിട്ട തടി താഴെ. ക്ലോത്തിങ്, ലൈറ്റർ, പൈസ, മെഡല്, ബാഗ്. അടുത്ത തടി നിങ്ങൾ ഗെയിമിൽ ഇറങ്ങിയാണെങ്കിൽ ഫുൾ ഗെയിം പോകൂലേടാ. സേവ് ആക്കിയാൻ താണ്ടി ലൈറ്റർ എങ്ങനെ ലൈറ്റർ ബി ഞെക്കിയിട്ട് മണ്ണ് ഞെക്കിയല്ലേ നടക്കും. മണ്ണിട്ട് നടക്കൂല. ആ 4 ഒക്കെ നമ്മള് കഴിക്കും കേട്ടാ. കൺട്രോൾസ് നോക്കട്ടെ. ടേക്ക് ഡ്രോപ്പ് റെസ്റ്റ് സേവ് ഐറ്റം സ്ലോട്ട് 1 2 3 4 ഉണ്ട് കേട്ടാ. അപ്പൊ എന്തൊക്കെ കുടിക്കാൻ കഴിയുന്നേ? ആരെ തിരിക്കുന്ന സൗണ്ട് കേട്ടാ. എടാ അടിക്കണ്ടാ. അഭിനവനെ അടിക്കണം. ഓ മറ്റേ ഇത് കരാട്ടയൊക്കെ മറ്റേ ഉരുണ്ടൊക്കെ കാണിക്കും. നമ്മൾ ടീം ഫയർ ആണ്, അതാണ് പ്രശ്നം. അടിക്കുമ്പോ പല്ല് കിട്ടി. ആ ഒന്ന് യു ആർ കോൾഡ് വെറ്റ് ഫ്രൈറ്റ് ഡ്രൈ. എടാ നമ്മൾ കോൾഡ് തണുപ്പൊന്ന് കാണിക്കുന്നു. തീയാണ് ഞാൻ കത്ത്. 2 തടിയും വേണം കേട്ടാ. അച്ഛൻ എത്ര മണി വരെ കാണും നീ? അമ്മാനെ നീയാ? അവൻ ഡിഫെൻഡ് ചെയ്തേനും. മരം വെട്ടാൻ പറ്റിയ നൈസായിട്ട് പോവാം. ലൈറ്റർ എങ്ങനെ എടുക്കണേ നോക്കിയാണ്. അതിനൊക്കെ ഇൻവെന്ററിക്കാർ യൂസ് ചെയ്യും.
തീരുമല്ല ഇനിയിപ്പം. ഓ എങ്കിലും വലിയ വെളിച്ചമൊന്നും ഇല്ല കേട്ടോ, ഇതിനകത്തില്ലാതെ പറഞ്ഞാൽ നല്ലത്. അതാ ഒരു തടി ഇതാ ഇവിടെ ആരും വെട്ടിയിരിക്കുന്നു. അരമേട്ടനുള്ളൂ അല്ലേ ഇതിനകത്ത്? എടാ അയ്യോ തണുപ്പ് തണുപ്പ് കൊണ്ടങ്ങ് മൂടാണ്. ഐസ് തണുപ്പായ ഒരു മിനി മൈൻക്രാഫ്റ്റ് തന്നെ സാധനം. മിനി മൈൻക്രാഫ്റ്റ് എല്ലാം മീൻസ് എന്തോന്ന് പറഞ്ഞതൊന്നും കേട്ടൂല. ടൈപ്പ് റൈറ്റർ ടൈപ്പ് റൈഡർ അങ്ങനെ എന്തൊക്കെയാണ് കേൾക്കണം. ടൈം ട്രയൽ എന്നാണ് പറഞ്ഞു. ആണെങ്കടാ ഇത് കത്തിക്കാൻ പറ്റി. ഇതിന് മറ്റേ വിറവ് കൂട്ടിയിടണോ? വേണ്ടല്ലേ, ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ, അതെന്തിനായിരുന്നു? ഒരു മരം കൊണ്ട് വെച്ച്. അതൊക്കെ നീ എന്താ ഞെക്കിയത് ഇപ്പൊ? സൗണ്ട് ഗെയിമിൽ കൂടെ കേട്ട്. ഹലോ കേക്കാമോ? ഹെൽത്ത് തനിയെ മറ്റേ ഇത് കുറയാണ്. എന്തൊരു വെള്ളം അടിച്ചാൽ മതി അത് കൂടെ. പിന്നെ ഒന്നെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം കേട്ടാ. അങ്കറൊക്കെ കുറയാണ്. ഓ കൊച്ചിറക്കൻ ചത്തുന്നു. ഇതൊക്കെ എങ്ങനെ കളയണത് ഇനി? ഇത് പൊട്ടിയടാ, മറ്റേ സാധനം പൊട്ടി. ഞാൻ ചെയ്യില്ല, ഞാൻ തന്നെ പൊട്ടി. ഞാൻ നോക്കി ഓടിക്കാൻ നോക്കി. നീനപ്പൊ ടൈം ട്രയൽ ഇത് എത്ര രൂപ കിട്ടും? ടൈം ട്രയൽ ചെയ്താലേ ഓൺലൈനില്ല ആണെങ്കിൽ 2.5 ലക്ഷം. മറ്റേ RC കാർ ആണെങ്കിൽ 1 ലക്ഷം. അത് RC കാർ ഓൺ ചെയ്യണം. പിന്നെ സൈക്കിൾ 50,000. മറ്റേ ഇതിന് എന്തിനായിരുന്നു കാറിന് 1 ലക്ഷം. വെള്ളം കൊണ്ട് പോയി ഇവിടെ ചാവും. പിന്നെ സ്റ്റിക്ക് കൊണ്ട് എടുത്തു. ലൈറ്റർ എടുത്താലും കാര്യമില്ല. ഇല്ല എന്റെ 1.5 മില്യൺ കൊണ്ട് കളഞ്ഞു. എന്ത് ചെയ്തു? വണ്ടി മേടിച്ചു, ഒരു ഡ്രിഫ്റ്റ് കാർ. എത്ര? 1,300. ഡ്രിഫ്റ്റ് കാറിന്റെ ട്യൂണിങ് ചെയ്യണമെങ്കിൽ ഡ്രിഫ്റ്റ് കാർ ട്യൂണിങ് എന്നുള്ള സാധനമുണ്ട്. LS കാർ മീറ്റിൽ പോയാൽ അത് ചെയ്യണമെങ്കിൽ 2 ലക്ഷം കൊടുക്കണം. എന്റെ 700 രൂപ ഉള്ളു. ഞാൻ എന്തെങ്കിലും ചെയ്തൊക്കെ പൈസ ഉണ്ടാകണം. ലോഗ് ഗ്യാദർ ചെയ്താണ്. അത് വെട്ടി കേട്ടോ, കമ്പ് കിട്ടി. ഇനി ഒരു ലോഗ് വേണം. ലോഗ് സെറ്റാക്ക. ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീടുണ്ടൊക്കെ മരം കൊണ്ടുവരാം. വേഗം വയ്യ. പിന്നെ കത്തിച്ചാ ലാപ്ടോപ്പ് വൈഫൈ. ഇതിനകത്ത് എത്ര അടി? 5 സ്റ്റിക്കും കൂടെ മതി. ഇതിനകത്ത് എന്തും കൂടെ ഒരു സ്റ്റിക്കും കൂടെ മതി. പണി കിടന്നു. ഇസേടാ കിടക്കും. ഒന്ന് കിടക്ക്. ഇസേട വന്നേക്ക്. ഒന്ന് കിടന്നുറങ്ങുന്നു. സൂര്യ ഒതുക്കുന്നു. വാടാ പിന്നെ. ശരി. ഇതൊരു സ്റ്റോറി മോഡാണ് അത്. അഭിനയം അവിടെ AFK ആണ്. അല്ല അനങ്ങളുണ്ട് 50 ആക്കിയ സ്പ്രിന്റ് ഉണ്ട്. നിക്കട അടുത്തോടെ ഞെക്ക വേണ്ട. ഒന്ന് ചെക്കിയാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അഭിനയം ഫസ്റ്റ് നൈറ്റ് ക്യാമ്പ് ഔട്ട് നേരം വിളിച്ചു. 3 പേരേട്ടാ. നീ അടുത്ത നോക്കട്ടെ. Example of two similar looking brief
ഓവർ ലീവ്സ് അൺബ്ലറിങ് ഇംഗ്ലണ്ട് ഹെൽത്ത് ലിറ്റിൽ ഡൗൺ. അടുത്തത് പൊട്ടി. ആമാ 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 പണ്ണ് 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 പെട്ടെന്ന്. പെട്ടെന്ന് വന്നു. ഓ ഓ, കൊള്ളാലടാ തലയെ കൊണ്ടില്ലടാ. അത് കറക്റ്റ് ഒരുമാതിരി അടുത്ത തലയുടെ മേലോട്ട് വിട്ടത്. എന്റെ ക്യാരക്ടറിന് റാബിറ്റ് കേജ് വെച്ച ഫുഡ് കിട്ടുന്നു. റാബിറ്റ് കേജ് വെച്ച പക്ഷെ എവിടെ വയ്ക്കണം പറഞ്ഞൂടെ. മറ്റേ പുല്ലിനിടയിൽ കക്കാരനിടയിലൊക്കെ ഗാർഡൻ ഓപ്പണിൽ വെച്ച് സ്റ്റോറേജിന് സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കസ്റ്റം ബിൽഡ് ബാഗൊക്കെ എന്തിനാണ് മറ്റേ ഏതെങ്കിലും ഐലൻഡ് വീണുപോയതാണ്? അത് ഒരുമാതിരി മൈൻ ക്രഷ് എവിടെയെങ്കിലും ചുമ്മാ സ്പോൺ ആക്കി ഫ്ലൈങ് ക്രാഷ്. പ്ലെയിന് ക്രാഷ് ഇപ്പൊ ആൾക്കാർ അടുത്ത ലോകൊക്കെ എടുത്ത് വീണ്ടും എടുത്തോണ്ട് എന്നിട്ട് വീണ്ടും പണി ഇറക്കും. വീണ്ടും ഇവിടെ മോഡേൺ സ്റ്റിക്ക് തന്നെ മറ്റേ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബാഗും ഐപാഡ് തോക്ക് പറ്റോ റസ്റ്റിലുള്ള സ്റ്റോക്ക് കാണുമായിരിക്കും. മാക് ബുക്ക് ഇല്ലേ പിന്നെ തോക്ക് കാണാത്ത വെടിവെച്ച് കീടാ നീ എങ്ങനെ തോക്ക് ഉണ്ടാക്കും? ഉണ്ടാക്കുമ്പോ റസ്റ്റ് ടു എനിക്ക് വെള്ളമില്ല. റസ്റ്റ് അറിയാല്ല കളി. അതില് സർവൈവൽ പോലെയാണ്. അതില് തോക്കൊക്കെ ഉണ്ട്. ലൈറ്റർ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറണത്? ഇത് കളയണ്ട. വെള്ളമില്ലടാ. വെള്ളം കിട്ടുന്നതിന് വഴിയുണ്ടോ? ഇവിടെ കോളറം വന്ന് അതിന്റെ അത് ഇത് കാണും. ഇനി നോക്ക് അടുത്ത സർവൈവൽ ട്യൂട്ടോറിയൽ നോക്ക്. കടലിൽ നീണ്ട പറഞ്ഞിട്ടുള്ളൂ സർവൈവൽ ട്രൂട്ട് പറഞ്ഞിട്ട്. ബി എടുത്ത് നോക്കിയാണ് ഇത്ര പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു 3 ലക്ഷം വാട്ടർ കളക്ടർ ഉണ്ട്. ആ സാധനം ഉണ്ടാക്കി നേച്ചർ ഗൈഡ് അങ്ങനെ എന്തോ അവിടെ ഇതിനകത്ത് ആ സാധനം ഉണ്ട് വയ്ക്കണമല്ലേ. അടുത്ത് പണിതാ. ഇനി എന്തോ വയ്ക്കണം അവിടെ. ഇതിനകത്ത് എന്തോ വയ്ക്കണം. എന്തോന്ന് തേഴ്സ്റ്റി ഫൈൻഡ് ക്ലിയർ വാട്ടർ ഡ്രിങ്ക്. ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇത് കുടിക്കാൻ പറ്റുമോ? അടിയില് ഇത് വെച്ച് ചൂടാക്കാൻ പറ്റും. അല്ല ഈ വെള്ളം അങ്ങനെ കുടിക്കാൻ ഇത് വെള്ളം ഉണ്ടായി. ഇത് വെള്ളമില്ലേ? ഫൈൻഡ് ക്ലിയർ വാട്ടർ എടുക്കുന്ന കാണിക്കുന്നത്. അത് ഇതിനകത്ത് വെള്ളം വയ്ക്കണം. അതിനകത്ത് എങ്ങനെ വെള്ളം ഒഴിക്കും? ബോട്ടിൽ ഉണ്ടാക്കണായിരിക്കും. മോൾട്ടോ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ പറഞ്ഞേക്കുന്നു. അതിൽ ക്രാഫ്റ്റിംഗ് ക്രാഫ്റ്റിംഗ് എവിടെ? ബുക്കാണ്. ഒരു ബുക്കാണ് രീതിയിൽ. അത് തന്നെ എടുത്ത് വെച്ചേക്കണം. വാട്ടർ കളക്ടറെ കൊടുത്തിട്ടുള്ളൂ. അതില് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് കളക്ട് ആവുന്നു. മഴയും വെള്ളം മഴയില്ലേ? എനിക്ക് സെർച്ച് പറയാനേ. അഭിനവ് തീ ഷെൽട്ടർ അവനെ പറ്റിയെടുക്കാൻ പോണം. വുഡൻ ബെഞ്ച്. നമുക്കതിനകത്ത് സ്മോൾ ബെഡ്. നമുക്കതിനകത്ത് ചെടിയിൽ കണ്ട വേറെ ജീവികളെ കൊണ്ട് നമുക്ക് ഇത് ചെയ്യിപ്പിക്കാം. ഇതിനകത്ത് വേറെ ഫാം ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എന്തോ ഇല്ലെന്ന് കാണിക്കണേ. ഇതിന്റെ ഇതിലോട്ട് നോക്കുമ്പോ വെള്ളം കുടിക്കണ സാധനത്തില് കുപ്പി എന്തോ വേണം കേട്ടാ. വേണ്ടാണ്ട് ഇല്ലെന്ന് കാണിക്കണം എന്തോ. അത് ഇത് വെട്ടാൻ പറ്റില്ലെന്ന് കാണിക്കണം. അതല്ല ഇല്ലെന്നില്ല. അങ്ങനെയാണോ നമ്മള് പൊട്ടിക്കാൻ പറ്റുന്ന നമ്മൾ ഷെൽട്ടറിന്റെ അടുത്ത് നോക്കിയാണ് കാണിക്കും. അപ്പം കാണിക്കില്ല. അതാണ് ഉദ്ദേശിച്ചത്. ആലോവേറ കളക്ട്. ഓക്കെ എന്തോ ഇല്ലെന്ന് കാണിക്കണം കേട്ടോ. ഗോൾഡ് കളക്ട് എല്ലാം കളക്ട്. ഫൈൻ ടിമ്മി. അതാണ് നമ്മളെ സാധനം കേട്ടോ. നമ്മൾ ടിമ്മിയെ കണ്ടുപിടിക്കണം. നമ്മളെന്തിനു പിടിക്കണ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ കൈയെടുത്ത് സാധനം തിരിച്ചടി. ആ കൊച്ചിനെ നമ്മൾ ഇനി തപ്പണം. ആ കൊച്ചിനെ അതൊരു തുണിയിടാത്ത മനുഷ്യൻ വന്ന് എടുത്തോണ്ട് ഈ രക്തത്തിൽ നിന്നത്.
എന്തൊരു കളി ഇത്? ബെഞ്ച് ഉണ്ടാക്കാൻ പറ്റും, ബെഡ്, സ്മാൾ ബെഡ് ഉണ്ടാക്കാൻ പറ്റും. എന്നാ കൊച്ചു സ്മോൾ ബെഡ്. കിടന്നുറങ്ങാം. ഇങ്ങനെ വെച്ചേ കടലൊക്കെ ഒന്ന് വെക്കാൻ പറ. വണ്ടി ഇല്ലേ? വണ്ടി നിന്ന്. അയ്യോ, കടലില് വേണ്ട വണ്ടി നിന്ന. ഇവിടെ ഒരു സ്മാൾ ബെഡ് വെച്ചിട്ടുണ്ട്. എന്തൊരു കയറ് കാണും അല്ലേ? കയറ് മുയലിന്റെ തോലി. ഹൗസ് ബോട്ട് ഉണ്ടാക്കാം. വണ്ടി മരത്തിൽ വരുന്ന വണ്ടി. ഹൗസ് ബോട്ടാ? നിങ്ങക്ക് ഇവിടെ നിന്ന് പോവാനൊന്നും തോന്നല്ലേ ഇപ്പൊ? ഇവിടെ ഹൗസ് ബോട്ടൊക്കെ വെച്ചങ്ങ് മറ്റേ ആൾക്കാരെ തൂക്കിക്കെട്ടാണ് സാധനം ഉണ്ടാക്കിയത്. ഉണ്ടാക്കി. സ്വാമിയാ ഇനി അതിന് കഴപ്പെല്ലാം കാണിക്കുന്ന അവനെ തൂക്കുന്നവരെ ഓടെ ശിക്ഷയാണ്. ഇത് തന്നെ നമ്മൾ വല്ല കൊന്നൊരുമാതിരി അച്ചീവ്മെന്റ് വരെ താണ്ട ഇത് ഇരിക്കുക, തലയിരിക്കുക അതിന്റെ. എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടിട്ട് ക്യാമ്പ് പൊട്ടിച്ചാ വീണ്ടും. തൂക്കുകൊല്ലു ഉണ്ടെങ്കിൽ ഒന്ന് തൂക്കുന്നവരല്ലേ. പ്രിൻസ് എവിടെ പോയ അതിനിടയ്ക്ക്? ഞാൻ 3 മിനിറ്റ് എത്താനുള്ള 5 മിനിറ്റ് എത്തിയടാ. ഡബിൾ ടൈം എടുത്ത്. ഡബിളും അല്ല, അതിനെ അടുത്ത ഇതുണ്ടാക്കി. ബേസിക് ഫയർ, ബോൺ ഫയർ ഉണ്ട്, അവ ഉണ്ടാക്കാം. ഇന്ന് രാത്രിത്തേക്ക് ബേസിക് ഉണ്ടാക്കും. വുഡിട്ടാണ് അതിനെ വെച്ചിട്ട് സിറ്റിട്ടാണ്. പ്രിൻസ് എന്തൊന്നും പറയാത്ത രണ്ട് സിറ്റി രാത്രി ചാവും. ഇല്ല എന്നെ സിക്കില്ല. ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം. വലിയ ബോൺ ഫയർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇവിടെ അടുത്ത അണയിലെന്ന് തോന്നുന്നു. അതിനെന്തോ മെറ്റീരിയൽസ് വേണം. നല്ല ഫയർ പിറ്റ് ഉണ്ട്. എന്താ കിടക്കണം ഇപ്പം? സാധാരണ ഉണ്ടാക്കിയത് ചാവാതിരിക്കും. എത്ര സ്റ്റിക്ക് വേണം? എത്ര സ്റ്റിക്ക്? അതിന് ചാവല്ലേ? ഇപ്പൊ പോവാ. എനിക്കൊരു തുള്ളി ലൈഫേ. എവിടെ ഏത് സ്റ്റിക്ക് വെക്കണ്ട? 2 കംപ്ലീറ്റ് ആയാലും ഇവിടെ എവിടെയാ നിൽക്കുന്നത്? ഇതാ അതല്ല ആരൊക്കെ ഇതാ. ഒന്നും കൂടെ വേണം. ഒന്നേ ഉള്ളു കേട്ടോ. ഈ മരത്തിനായിട്ട് സ്റ്റിക്ക് വെക്കാൻ പറ്റില്ലേ? അറിഞ്ഞൂടാ. തൽക്കാലം ഇവിടെ ഒന്നും മതിയല്ലേ, കല്ലറ വെട്ടാൻ പറ്റൂല. കാണാനും തീരോ ശരിയെന്നിരിക്കും. അമ്മാൻ വന്നു. ഞാൻ മുമ്പ് കണ്ടത്. നീ മൈക്ക് റിഫൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ ആദ്യം കളിക്കുക. രൂപ കാണണ കിട്ടിയാ സിക്ക് കിട്ടിയാ? ഇപ്പുറത്തെ സൈഡിൽ നോക്കണം. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ അധികം പോകാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയല്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്നൊന്നും പോലും കിട്ടിയില്ല. കണ്ടുകൂടെ പോയി മര്യാദ. ഞാൻ പ്ലെയിനിലൂടെ എത്തി. ബോൺ ഫയർ ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയിട്ട് അത് മിക്കവാറും ഉറങ്ങാൻ പറ്റും. ഇനിയിപ്പോ ഉറങ്ങണം. ശരിയാണ്, ഉറങ്ങാം. വാ സ്റ്റിക്ക് എടുത്തേ. കത്തി എല്ലാം ഒന്നേ ഉണ്ടാക്കിയ
അല്ല അത് കത്തിക്കണം, അത് കത്തിക്കണം, അത് കത്തിക്കണം, അത് കത്തിക്കണം. അത് ചാവുന്നിരിക്കും. ഓ ഞാൻ കിടന്നുറങ്ങിയ അപ്പൊ കൊണ്ടിട്ട് കിടന്നുറങ്ങിയ ഉറങ്ങാൻ സമയമായില്ലടാ. അവരുടെ സമയമായി രാത്രി പിന്നെ രണ്ടിട വെപ്പര ഞാൻ ഇവിടെ നിന്നും അതില്ല, ഇവിടെ നിന്ന് അടിക്കും. ഞാൻ അതാറും എന്താ രണ്ടെണ്ണം ഒക്കെ ഒരേ സാധനം തന്നെ. ഇത്ര കുറെ സ്റ്റിക്ക് കുറെ സ്റ്റിക്ക് കാണും അല്ലേ? സ്റ്റിക്ക് എടുത്തിട്ട് ആര് പോയത്? വലിയ ക്യാമറ സ്വാതന്ത്ര്യദാനം തീയൊക്കെ പിടിച്ചോണ്ടിരിക്കാണ്. ഓ തീരെടുത്തോട്ട് വരൂല കേട്ടാ അത്. തീരെടുത്തോട്ട് വരൂല. ഓ അടിച്ചാ വരും കേട്ടോ, അടിച്ചാ വരും. അങ്ങനെ റിവൈവ് ചെയ്യാൻ പറ്റുമോ തോന്നുന്നു. അവനെ കൊന്നിട്ടൊന്ന് റിവൈവ് ചെയ്താൽ പ്ലെയിനിലൊന്നും ഒന്നേന്ന് തുടങ്ങും കേട്ടാ. ചെത്ത ഫുഡ് ഇട്ടില്ലടി.
നീ എല്ലാത്തിനും കത്തിച്ചു കളഞ്ഞ ഇവിടെ തൂക്കിയിടാൻ പറ്റിയായിരുന്നു അങ്ങനെ തൂക്കിയിട്ടായിരുന്നു. വെള്ളം ഇങ്ങനെ എടുക്കാം അങ്ങനെ യൂട്യൂബിൽ നോക്കിയാണ് ഇങ്ങനെ വെള്ളം എടുക്കണേ. സർക്യൂട്ട് ബോർഡ് കേൾക്കാമോ? സർക്യൂട്ട് ബോർഡ് അതെ സർക്യൂട്ട് ബോർഡ് എല്ലേ കത്തിക്കാൻ കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഫുഡ് ഒന്ന് അയ്യോ ലൈഫില്ലായിരുന്നു. എനിക്ക് തീരെ ലൈഫില്ല കേട്ടാ. ഒറ്റയടിക്ക് ഞാൻ ചാവും. ഇവിടെ കഴിക്കാനെല്ലാം കിട്ടുമല്ലേ? വല്ല ഉണ്ടോ കഴിക്കാൻ? കഴിക്കയിലെന്തോ വെച്ചിരുന്നു ഞാറ്. അതോ ഒന്ന് ബുക്കായി ഓർമ്മ കൂടെ ഉണ്ടോ? എങ്ങനെ തിന്നാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല? അവിടെ അതിൻ്റെ അടുത്ത് പോയിട്ട് ഈ വണ്ടേണം. അപ്പൊ ഇത് ഞാൻ നമ്മുടെ നേതാവിന്റെ നീട്ടിയല്ലേ മറ്റേമാര്, അതിനെ വെച്ച് വലിയ ഉപയോഗമുണ്ടോ? എടാ സീനൊക്കെ തീൻ്റെ ഇത് കൂടും കേട്ടാ. അവരെ ഇലയിടും. ഓ ടി വി ഓ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. മണ്ണാണെന്താ വിളിക്കുന്നത് ഇനി? ഒരു തീയൊക്കെ കൊണ്ടൊരു വില്ലേജർ വന്നിരുന്നത്, ഒരു വലിയ സാധനം. വില്ലേജറെല്ലാം മറ്റേ കൊല്ലാൻ വന്ന സാധനം. അതിനെ കൊന്ന അത് അപ്പൊ കൊന്നപ്പോഴുള്ള സാധനമാണ് അമ്മിന് വേണ്ടി ഇരിക്കണം. ഒരു തലയോട്ടി ഒരു ഇവരൊക്കെ കിടന്നുറങ്ങാവാ. അതിനാര് കിടക്കാത്ത അമ്മ എന്താ ഇത് കളിക്കുന്ന അമ്മ മറ്റേ ആരുടെ അടുത്ത് ആദ്യം 10 സ്റ്റിക്കും മുയലിന്റെ തോലയും വേണം. മൊല്ല വരട്ട് അതിനാണ് മുയലിനെ കൊല്ലം ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്തരാ. വീട്ടുകാരുള്ള വഴി അറിയാമോ? മാർക്ക് കാണിച്ചല്ലേ. ചെറുക്കെ ഇവിടെ കാണാം. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇടുന്നേ. ഇവിടെ തറയിലെന്താ തറന്നൊക്കെ സാധനങ്ങൾ എടുത്ത് തിന്നാൻ കേട്ടാ. പിന്നെ ഓ എന്തിന്
മയല് തറയിലെന്തൊക്കെ പറ്റിയോ പക്ഷേ ലോക്കൊന്ന് കാണിക്കണം എന്ത് അല്ല മയല് കിട്ടി എനിക്ക് പക്ഷെ എന്നെ കൊല്ലാൻ പറ്റണില്ല. ആ തുറന്ന നിന്റെ താക്കോലുണ്ടോ പിന്നെ തുറക്കാൻ എന്തൊക്കെ ആവശ്യം കേൾക്കണം പിന്നെ ഓൾഡ് പോട്ട് കിട്ടി രാത്രി ഓൾഡ് പോട്ട്. അതാ കുറച്ച് ഇത് കൊണ്ടോ പിന്നെ മയില് മയനല്ലേ 4 മയൻ. മയിലിനെ കൊല്ലണമെങ്കിൽ അതിന്റെ കേവ് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. അതിനെ മയിലിനെ പിടിക്കുന്ന സാധനം വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി വയ്ക്കണം. എന്തിനാ പിന്നെ ഇവിടെ അതാര ടെന്റ് ആ കപ്പ് കിട്ടിയെന്ന് തോന്നേട്ടാ. ന്യൂ അനിമൽ ഡിസ്കോഡ് എന്തൊക്കെ ജീവി എന്തൊരു ജീവിയാണല്ലോ ഓടിപ്പോയി എൻ്റെ വണ്ടി നിറച്ചു പോയാല് അതിന് മയിലിന്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റി. അന്നും ഇല്ലാതെ ഇപ്പൊ എല്ലാത്തിനും ഫൗണ്ട് ന്യൂ ക്ലോത്തിങ് ഔട്ട്ഫിറ്റ്. ആ പിന്നെ വെള്ളം എടുക്കും. ഡ്രസ് വെച്ച് വെള്ളം വെള്ളം എന്താ ഇവിടെ നിന്ന് സാധനം കിട്ടി നമ്മളിവിടെ വരാനകത്ത് കേവിൻ്റെ അകത്ത് എങ്ങനെ അറിയുന്നത്? കേവല്ല പിന്നെ അങ്ങനെ അതിട്ട് വെള്ളം എടുത്ത് എനിക്ക് സാധനം കിട്ടി അത് നടക്കാൻ മാത്രം കിട്ടിയുള്ള സാധനം വെള്ളം നിന്നാണ് പിന്നെ ഓ ഇവിടെ പോയി അടുത്ത് വെള്ളം കുടിക്കാൻ പറ്റും എടുത്ത് വെള്ളം കുടിക്കാൻ കേട്ടോ. എന്നാരും അടിക്കണ്ടാ എൻ്റെ ലൈഫ് പറഞ്ഞു അഴുക്ക വെള്ളമുള്ള ഇത്. ഓ ഈ വെള്ളം മീന് ഇനി എന്ത് ചെയ്യണം ഇവിടെ അടുത്ത രാത്രി വരല്ലേ വീട് കിട്ടോ മീനെ കൊല്ലണം ഇവിടെ. മീൻ ക്യാരി ചെയ്യാൻ പറ്റും കേട്ടാ. മീനൊക്കെ എടുക്കും ഞാൻ 2 പിന്നെ വെറുതെ പോകുന്നു എനിക്ക് ലിമിറ്റ് ഇല്ല. എൻ്റെ ഒരുതരം കൊന്നു കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. മീൻ വെന്താ കഴിക്കാൻ പറ്റുള്ളൂ മീനെ അവിടെ നിന്ന് എടുത്താണ് അതിനെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഇല്ല. ബാക്കി പണി നോക്കിയാലേ വീടിന് അങ്ങോട്ട് വീണ കൊണ്ടോ ഇപ്പൊ രാത്രിയാവും രാത്രിയാകും കൂടെ സമയം ഉണ്ടോ തന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ പോയിട്ട് വരാം. ഡീഫോറസ്റ്റിനേഷൻ ചെയ്താൽ മാനുണ്ടോ മാന് കൊല്ലാൻ പറ്റും. എല്ലാവരും കൊല്ലാൻ പറ്റുമായിരിക്കും. വലിയ മരം ഇത് വെട്ടാൻ പറ്റൂ ഭയങ്കര വലിയ മരം. മാനിങ്ങനെ സ്പീഡ് അമ്പ് കാണാൻ കേട്ടോ എന്നെ കൊല്ലണമെങ്കിൽ അവിടെ വലിയ മരം വെട്ടാൻ പറ്റില്ല ഭയങ്കര വലിയൊരു മരം ആൽമരം. കാറ്റൊക്കെ വിഷയമില്ലേ ആ ഇലയില് ഒരു ചില ഇലയൊക്കെ ഒട്ടിയിരിക്കണം അല്ലാതെ വേറെ ഇതൊന്നുമില്ല കുഴപ്പമില്ല. നല്ല നൈസ് രാത്രി തിരിച്ചു പോയാലോ വീട്ടിൽ തുടങ്ങിയാണ്. രാത്രി ആയില്ല പണി അടുത്ത കുളം കണ്ട് വീണ്ടും കൊണ്ട് അവിടെ പോയിട്ട് അവിടെ മറ്റേ ഇത് സെറ്റ് ചെയ്യാം. എന്താ വലിയൊരു കുളം കിട്ടി ചേട്ടാ എനിക്ക്. വലിയൊരു കുളം പാറയുടെ ഇടയ്ക്ക് അവിടെ എന്തൊക്കെ വച്ചിട്ടുണ്ട് ആൾക്കാർ. മണ്ണെ പിടിച്ചിങ്ങ എന്താ കിട്ടിയ ചാവട്ടെ തലയിൽ വെട്ടി വെച്ചാ മീൻ പച്ചക്ക് തിന്നാൻ പറ്റൂലട്ടാ. ആൾക്കാർ കെടിയാണ് നേരത്തെ പെണ്ണുണ്ടാവുമാരാണെന്നുണ്ട്. തലയിൽ കിട്ടിക്കൊണ്ടോടും
ആ എന്നായിരിക്കും. അതിന്റെ മണ്ടേ കയറാൻ പറ്റും വലിക്ക്. ആ കാട്ടോസിലെ പടുത്ത് വെച്ചിരിക്കുന്നത്. രാത്രിയാ പറയാ നമ്മളെ ഇതിന്റെ അടുത്ത് പറയാം, മറ്റേ മരിക്കണ്ടേ പ്ലെയിൻ്റെ അടുത്ത്. പിന്നെ മണ്ടേ ഇപ്പൊ നോക്കാം, വേറെ കൂടെ ഒന്നും ഇല്ല. ആ എന്താ ഫ്രൂട്ട്സ് തിന്നാൻ പറ്റും കേട്ടോ അവിടെ ഈ കാണിക്കുക ഇതിനകത്ത് പോകുമ്പോൾ. ഞാൻ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും, പക്ഷെ പോയിസൺ ആവശ്യം ഐസ് പറയുമ്പോൾ ആ അത് തന്നെ പ്ലെയിനകത്തല്ല എവിഡൻസ് എല്ലാം ഉണ്ടായി. അണ്ണാനെ കണ്ടു ഇപ്പൊ അതിന്റെയാണ് കേട്ടോ. പറയാ എനിക്ക് അടുത്ത സാധനത്തിന്റെ ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചേക്കണം, നീക്ക് ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നു. പോയിസൺ ഉള്ള അതുകൊണ്ട് ഇതെല്ലാം പോയിസൺ ഉള്ളേ. ഏതൊരു കെട്ടിത്തൂക്കണ സാധനമൊക്കെ ഉണ്ടാക്കി, പിന്നെ ഒരു വലിയ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി. അത് കെട്ടിത്തൂക്കാൻ കെട്ടിത്തൂക്കാൻ പറ്റുമോ? ഓ മീൻ തന്നെ പൊരിക്കാൻ കേട്ടോ ചേച്ചി. കാട്ടുവെച്ചുള്ള കുറെ തലയൊക്കെ എന്തിന്റെ അകത്ത് തുന്നി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിയിൽ നമ്മള് ക്യാമ്പ് ഫയർ വെക്കണം തോന്നട്ടെ. ഇതിന്റെ അടിയിൽ ഒരു കേവ് കിട്ടി. കെട്ടിത്തൂക്കണ സാധനം എങ്ങനെ ഉപയോഗിക്കണേ? ലോഡിങ് അറിഞ്ഞൂടാ, അതിനകത്ത് എങ്ങനെ ഉപയോഗിക്കണല്ലോ. ഒരു ഗുഡാക്കേ പോലത്തെ ക്യാബിന്റെ അകത്ത് കയറി പോയടാക്കി. ഗുഡാക്കേവിന്റെ എനിക്കറിയാം. ഇങ്ങനെ പുറത്തിറക്കും അവിടെ പോയിട്ട് വിട്. ഞാൻ നൈറ്റ് കളിച്ചിട്ടുള്ളൂ കേട്ടോ. നൈറ്റ് വരാൻ പാസ് നോക്കിയ ഇവിടെ നിറങ്ങണടി. ഇവിടെ മറ്റേ കയ്യങ്ങാല ക്യാനബില് സ്വത്ത് എല്ലാരും കാണാൻ. നമുക്ക് പിന്നീട് വരാം പറയും. ഒരു ഗുഹ കിട്ടി എനിക്ക്. സൗണ്ട് കേട്ടോ. കിട്ടിയ പിന്നെ കഴിക്കാൻ ലൈഫ് കൂടി ഇല്ലല്ലോ. പക്ഷെ ഡയറക്ഷൻ പറഞ്ഞുതരാം ഗുഹേര. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വലിവിട്ട് വല്ലതും കാണും. കണ്ട കാട്ടോസ് തന്നെ കേട്ടോ. പിന്നെ കാട്ടോസ് തന്നെ കേട്ടോ. അവനെ കണ്ടറിയാം. അവന്റെ കൈ അവനെ മൊത്തം മാലയൊക്കെ ഇടുന്നുണ്ട്. നമ്മളെ പ്ലെയിനിന്റെ കുറച്ച് ഇപ്പുറത്തോട്ട് തന്നെ ഓടോ അടിച്ചു കൊന്നു തന്നെ. കാട്ടോസി കൊണ്ടു അവനെന്നെ പൊക്കി ഫിനിഷ് ചെയ്താ അവന്നെ. കത്ത ഇതായിരിക്കും അവിടെ വരെ. അത് ഈ പ്ലെയിൻ്റെ അകത്ത് റീസ്പോടാ. അതിന്റെ ഒരു ബാഗ് ഒന്ന് എടുത്താൽ പ്ലെയിനകത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടിയ കാട്ടോസി അതുകൊണ്ട് തട്ടില്ല. കൊന്നവനെ പൊക്കോ വെക്കാം അവര്. ഓ നമ്മള് ബ്ലഡ് ഇവിടെ ബ്ലഡ് വെച്ച് കവറാണെങ്കിൽ നമ്മൾ കഴുകണം കേട്ടോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. നമ്മൾ ബ്ലഡ് കവറായി നിൽക്കണമെങ്കിൽ നമ്മൾ കുളിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. എന്റെ ബാഗ് എവിടെയാ? മാന്റെ തല വേണ്ടി കൊണ്ടുവന്നത്. കുളിച്ചിട്ട് എങ്ങനെ വിളിക്കണം? വെള്ളത്തിൽ കറിയുന്ന മതിയാ. മീനെ ക്യാമ്പ് ഫയറിലുണ്ട് ഇടാൻ കേട്ടോ. ഇതും തോന്നുന്നത് ഇത് വേറെ വീടാ. റാബിന്റെ സ്കിൻ എടുത്താൽ മതി. ഡിയറിന്റെ എടുത്തോളൂ. റാബിനെ കിട്ടിയില്ല. റാബിന്റെ കൂടെ ഉണ്ടാകും. ഇത് കൂടെ ഇവിടെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അവിടെ കാണണം കഴിക്കാൻ. ഇത് കൂടല്ലേ, ഇത് ഉറങ്ങേണ്ടതാണ് നമുക്ക്. ഇല്ല മൂന്നെണ്ണായാലും ഉറങ്ങണ്ടായിട്ട്.
പിന്നെ മറച്ചു സത്യമായിട്ട് കുറെ ഫുഡ് കഴിക്കാൻ ആ ടൈം ഇൻവെന്ററിൽ വരും അത്. ഇല്ല ഇല്ല എടുത്ത് അപ്പോഴെടുത്ത് തിന്നാൻ വെച്ച്. എനിക്ക് ഫുഡ് കുറവാ കേട്ടോ. അല്ല അവനെ മറ്റേ വെള്ളം കൊണ്ടുവന്ന സാധനം അതിനകത്ത് ഒഴിക്കാണ്ട് നോക്കിയാണ് വെള്ളം കൊണ്ടുവന്ന സാധനം. വെള്ളം അത് ഒഴിക്കാണ്ട് നോക്കിയാണ് അതാവും പൊട്ടിച്ച് കളഞ്ഞു. എന്റെ കാര്യം. അടുത്ത ആമയെ തന്നാ മതി. അവിടെ പോണ ആമ ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കി നീ ആമത്തോട് വേണോ ഉണ്ടാക്കി? ഇല്ല ഞാൻ ആമയെ കൊല്ല. തടി തടി ഞാൻ വെച്ചിട്ടുണ്ട്. ഫുഡ് ഫുള്ള്. രാത്രി എത്ര സമയം എടുക്കും അല്ലേ? ആമ രസില്ല ഇവരെയാ. ക്ലിയർ വാട്ടർ ടു ഡ്രിങ്ക്. മറ്റേ വെള്ളം കുടിക്കാൻ നീ വെള്ളം കുടിക്കാനില്ല. ക്ലിയർ അല്ല. അവനെ ഏതെടുത്തോണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചിലപ്പോൾ തോടുണ്ടാ. പിന്നെ എന്താ എനിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും എടുക്കാൻ പറ്റാത്ത. എൻ്റെ ഒന്നും ഉണ്ടായിരുന്നു. വെള്ളം കഴിക്കാൻ നോക്കണ്ട. പിന്നെ ഞാൻ എന്തോ സാധനം എടുത്തല്ലേ. അവനെ ഇങ്ങോ വെള്ളം എടുത്ത് കഴിക്കാൻ നോക്കിയാണ് അതിനകത്ത് ഇതിലേ. പിന്നെ അത് വെള്ളം എടുത്തോ കഴിക്കാണ്. ഒഴിക്കാൻ അതിൽ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം തിളപ്പിക്കട്ടെ നോക്കിയാണ്. ഇവിടെ ചാപ്പയ്ക്കട്ടെ നോക്കിയാണല്ലോ. സ്റ്റാർ ഫിഷ് കിടക്കണം. രാത്രി ഇപ്പൊ അടുത്ത രാവിലെ പോയാൽ പോലെ. ഇപ്പൊ രാത്രി എനിക്കാണ് റാബിറ്റിന്റെ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി ഉണ്ടാക്കി വെച്ചിട്ട് വരാൻ. സാധനമുണ്ടല്ലോ ഉണ്ടാക്കുള്ള സാധനങ്ങൾ എന്തിനാന്ന് കാണുന്നുണ്ടോ അതിന്? പഠിക്കണ്ടേ? അറിയാമോ അമ്മനെ പരിപാടി? ഞങ്ങൾക്ക് ചോദിച്ചു മാസം പഠിപ്പിച്ചു ഓർമ്മയില്ലേ? റാബിറ്റ് ട്രാപ്പാ. അതാണ്ട് അടക്കണം. 31 സ്റ്റിക്ക് അങ്ങോട്ടുണ്ട് ഉണ്ടാക്കി വെക്കാം. റാബിറ്റിനെ കണ്ട എവിടെയെല്ലാം വേണം ഉണ്ടാക്കുക. ഇവിടെ റാബിറ്റ് കാണാൻ അതോ മറ്റേമാരുടെ കട്ടോസുകള് ചെറിയ ആട്ടോസികൾ. പക്ഷേ എങ്കിലും മൈൻഡിയാണോ? മൈൻഡിയാണെങ്കിൽ പോകാം. ഇല്ല ഞാൻ ഇവിടെ ചുമ്മാ അടിച്ചാൽ മതിയല്ലോ അവന്മാര്. അമ്മനെ കൊന്നു. മറ്റേ ഇവിടെ ഓടിപ്പോ എന്നെ പഠിച്ചു പഠി. ഇവിടെ മയിലിനെ കണ്ട നമ്മളെ നേരത്തെ. മാക്സിമം ഡോഗ് എടുത്തു പോയി. മറ്റേ ഡോഗ് സ്റ്റിക്ക് എടുത്തു. എൻ്റെ എത്ര ഫിക്രിപ്പുണ്ട്? എൻ്റെ അപ്പുറത്ത് പോകേണ്ട കാട്ട് അവിടെ അവിടെ എല്ലാം കാണുന്നത് ഫുഡൊക്കെ കാണും. കാട്ടാസ ചെറുക്കനെ പിടിച്ചേക്കാം. എല്ലാം ഉണ്ടോ അവിടെ? ഇവിടെ മോനേരൊക്കെ ഉണ്ട് ഈ ഏരിയയിലുണ്ട്. സാധനം വീടും റോപ്പ് കിട്ടി. ഇവിടെ വെച്ചാൽ മതിയല്ല. ഇവിടെ പൈസ പറഞ്ഞ ഇവിടെ പെട്ടിക്കകത്തൊക്കെ മറ്റേ കാട്ടുവെള്ളത്തിൽ അവിടെ കാണാൻ നമ്മളെ പൈസ കിടക്കും. തുണിയൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അവിടെ. ഞാൻ വെള്ളത്തിന് സാധനം വെള്ളത്തിന് സാധനം കിടക്കണം. എടുക്കാൻ നോക്കിയാണ് എനിക്ക്. അവിടെ റാബിറ്റ് ട്രാപ്പ് വെച്ചിരിക്കുന്ന സ്റ്റിക്ക് ഉണ്ട്. അവിടെ റാബിറ്റ് ട്രാപ്പ് അവിടെ ആ സാധനം വാങ്ങണം. അവിടെ പെട്ടി സാധനമുണ്ട്. എത്ര എണ്ണം വേണം? ഇനി 10 വേണം കേട്ടോ അവിടേക്ക്. എനിക്കിപ്പോ താല്പര്യം തന്നെയാണ്. ഇനി 10 വേണം. അതൊരു പച്ച കയറ് തൂക്കി കിടക്കണം. എടുത്തോട്ടെ. ഇതൊക്കെ ആവശ്യമുണ്ട്. എവിടെ? അവിടെ വീട്ടിലെവിടെയെങ്കിലും തൂക്കി കിടക്കണം. ഇനി 4 മതി. എന്തേലും പുറത്തുണ്ടായിരിക്കണ്ടേ? ഞാൻ എടുത്തു. അവിടെ 2 ഉണ്ടായിരുന്നു. എടുത്തു. ഇനി കാണണമെങ്കിൽ
ഇവിടെ അമ്മ തുണിയൊക്കെ കഴുകിട്ടായിരുന്നു. എടാ അമ്മ ട്രീ ഹൗസ് ഉണ്ടാക്കി ഇങ്ങനെ വണ്ട കയറാൻ പറ്റും നോക്കി റാബിറ്റ് ട്രാപ്പ് വെച്ച് എവിടെ മണ്ട കയറി അത് വെള്ളത്തിൽ നേരത്തെ ഞാൻ കണ്ടായിരുന്നു അതുപോലത്തെ. അവിടെ പോയി ഡി ഒക്കെ കാരണം അമ്പ് ചെയ്യാൻ പറ്റും. അമ്പിന്റെ ഓപ്ഷൻ എന്താണ്? നമ്മൾ ഷിഫ്റ്റ് ആക്കിയാൽ മറ്റേ ഫ്രീ ഫയർ ഓടി ഉരുണ്ട് വരുന്നു കേട്ടോ നമ്മൾ. ചാടുമ്പോഴേ ആ വീട്ടിലോട്ട് പോകാൻ യാത്ര ചെയ്തൊന്നും ഈ വീട്ടിൽ ഓണേഴ്സ് ഇല്ലേ? വീട്ടിൽ താമസക്കാരുന്നില്ല. വില്ലേജല്ലേ ഇതിലോ മറ്റേ ചെറിയ രാവിലെ മുതൽ തിന്നാനോ പിടിക്കാനോ ഇതിനൊക്കെ പോവായിരുന്നു. ക്യാബിൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വലിയ ആ പറ്റി പോലെ ഫുഡ് ലോകല്ലേ സിക്കല്ലേ വുഡല്ലേ? ഓ വുഡ് ലോഗ് വലുത്. റാവിറ്റ് കൂട്ടി എടാ റാവിറ്റ് നമ്മൾ അവിടെ ചെയ്യണ കൂട്ടി റാവിറ്റ് കൂടെ ഉണ്ടാക്കിയാ നീ ഉണ്ടാക്കി വെച്ചാൽ മതി വെറുതെ അവിടെ. അത് കൂടിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് ഓടി കളഞ്ഞു. ഞാൻ വീട്ടിൽ നമുക്ക് നാളെ രാവിലെ ഒന്ന് നോക്കാം. ഗാർഡൻ എന്തോ സാധനം ഉണ്ട് ഞാൻ ഇവിടെ വെക്കാം. അവിടെ എന്തോ വെച്ചിട്ടുണ്ട് ഗാർഡൻ എന്തോ സാധനം. എന്താ വെക്കണം? രണ്ടാം ലോഗ് എന്തോ മതി. അഭിനോ കാണാമോ എന്തോന്നു? എന്തോ കാണാമോ? ഓ വെള്ളം തിളപ്പിക്കണം അതെ. ആ അതിന്റെ അകത്ത് വെച്ച് ഇറച്ചി എന്തോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ആണ്. ആ വെള്ളം തിളപ്പിക്കുന്ന എന്തിനാന്തോ എന്തൊരു ചെയ്ത് വെച്ച് വെള്ളമാണ് എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. ഫസ്റ്റ് വേഴ്സ് ഇല്ല അല്ലേ? അല്ല ഫസ്റ്റ് വേഴ്സ് തന്നെ ഉള്ളൂ അല്ലേ? ഓ അതിലെന്ത് ഇതൊക്കെ ഇടാൻ പറ്റും. ആല വേറെ ഇടാട്ടോ എന്തൊക്കെ എടുത്ത് ഇട്ട് കാട്ടിത്തിരികളെല്ലാം എല്ലാം എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ കാട്ടുസാധനങ്ങൾ എടുത്തിട്ടേ ചപ്പയെന്നൊന്നും പറയുന്നു. ഞാൻ കുറെ മീനൊക്കെ എടുത്തിട്ടല്ല. ഇതിന് ഒരുത്തന്നെ കുടിക്കാൻ പറ്റുള്ളൂ എനിക്ക്. പൈസ നോണ്ടിച്ചത് ഇപ്പൊ പറ്റില്ല ഓടിപ്പോയി. എവിടെയാണ് മരം കണ്ട വീട്? ലോഗ് ക്യാബിൻ. ഓക്കെ വീട് എവിടെ ആയിട്ട് വെക്കട്ടെ നമ്മളെ? ഇനിയും വീടാ? വലിയ വീട് വെക്കാം. ആ ഭാഗത്ത് എൻട്രൻസ് ഇപ്പുറത്ത് വേണ്ട രീതി വെക്കണ്ടേ? ഇങ്ങനെ വെക്കാം. വീട് 89 അടിയാണ്. ഇവിടെ 2 അടി അടിക്കുന്നുണ്ട്. പിന്നെ ഡോക്ക് ഉണ്ടാക്കാൻ പറ്റും. തടി എടുത്തരാ തടി എടുത്തിനത് രാത്രിയാണ് മരം വെട്ടിക്കൊണ്ടത്. അല്ലെങ്കിൽ രാത്രി മരം വെട്ടിയിട്ട് 4 ആൾ എടുത്താലും മതി തടി. അവിടെ ആദ്യം ഗാർഡൻ്റെ അവിടെ തടി വയ്ക്കാതെ തരും നോക്കാം. 4 അടി മതി. ഈ 4 എണ്ണം കാണാം. എൻ്റെ ഓർമ്മ എപ്പോ പഠിക്കാൻ പോവാൻ? എപ്പോ പഠിക്കാൻ പോവാൻ? ഹൗസ് ബോട്ട് ബ്രിക്കാൻ ഇറങ്ങി ഞാൻ കണ്ണി കണ്ണെല്ലായിടത്തും വെച്ചു. ഗാർഡനില് എത്ര 4 തടി? ആദ്യം ഗാർഡൻ പോയി എന്നിട്ട് പറ്റി വെക്കാം. ഞാൻ ഒന്ന് വെച്ച് ഓൾറെഡി എടുക്കാൻ പോയാ സേവ് ചെയ്ത് സേവ് ചെയ്യാം. ഇനി 2 അടിയും കാണാം. 2 അടി ഉണ്ടെങ്കിൽ ലൈഫ് പറഞ്ഞ എങ്ങനെ പാസ്
പാത്രം അവിടെ വീണടി ഒന്നും വലിയ ഉപയോഗമൊന്നുമില്ല തോന്നുന്നു. ഇയാളെ തൊട്ടിട്ട് ഈ അഭിനവിനെ കൊണ്ട് എന്തിന്റെ കുഴപ്പം എന്ത് ചെയ്ത് നീ അന്നാണ് മനസ്സിലാവും. ഞാൻ പൊട്ടിച്ചെന്നെ അറിഞ്ഞ ഇതുവരെ മനസ്സിലായില്ല എന്തിനാ കത്തിയില്ല കാണാൻ മനസ്സിലായി രാത്രി മനസ്സിലായി എന്ത് പറ്റി ഇത്ര ഇരുട്ടാവാൻ കാരണം എന്തിനായിരിക്കും? ഓ ക്യാമ്പ് ഫയർ പിടിച്ചാ വീണ്ടും അത് അങ്ങനെ തന്നെ പിടിച്ചത് ചെറുക്കൻ്റെ കാര്യം കണക്ക് അഭിനയം ഇല ഉണ്ട്. ഒരു സ്റ്റിക്കും കൂടെ ആണോ അതാ അല്ല എത്ര സ്റ്റിക്ക് വേണം? ഒരു സ്റ്റിക്കും കൂടെ ഉണ്ടാ പിന്നെ ആ ഓക്കെ പിന്നെ ഇത് ഇതിന്റെ മണ്ടയിലാണ് വയ്ക്കേണ്ടത് തോന്നുന്നത്. ബുക്ക് എത്ര വരെ നോക്കി കാണിക്കുന്നു യൂട്ടിലിറ്റി എന്ത് ഞാൻ എന്താ ഇത് വെപ്പൺസ് ഒന്നും ഇല്ലടാ അതിനകത്ത്. കസ്റ്റം ബിൽഡിങ് ബേസിക് സ്ട്രക്ചർ ട്രാപ്പ് നോസ്ട്രാപ്പ് അതൊക്കെ എക്സ്ട്രാ സിഗ്നലൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ നമുക്ക്. എക്സ്ട്രാ സിഗ്നല് വെള്ളം തീരാറേ വെള്ളം ആരെയും യൂട്യൂബിൽ നോക്കിയാണ് വെള്ളം എങ്ങനെ എടുക്കണം. എനിക്ക് നേരത്തെ വെള്ളം തീരാ ഞാൻ കത്തില്ല എനിക്ക് നേരത്തെ വെള്ളം തീരണ്ടേ ഞാൻ കത്തില്ല. അതന്നെ വെള്ളം എങ്ങനെ എടുക്കണമെന്ന് തപ്പ് ചെയ്യുന്നത്. കിടന്നുറങ്ങാൻ പറ്റും പിന്നെ ഒന്നുമില്ലേ ഇല്ല വേറെ തുടങ്ങണമെങ്കിലേ ഉള്ളൂ കത്തിക്കാനേ ഉള്ളൂ എൻ്റെ ഞാൻ നേരെ യൂട്യൂബിൽ നോക്ക് ഇങ്ങനെ ചെയ്യണമെന്ന്. വെള്ളം എങ്ങനെ എടുക്കണം നോക്കി വാട്ടറിങ് അതാറുടെ ഒരു മടി എങ്ങനെ എടുക്കണം വീഡിയോ നോക്കണം ആദ്യം മറ്റേ സാധനം ഉണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കണോ. ഉറങ്ങാൻ പറ്റുമോ നോക്കിയാണ് മാപ്പ് എടുക്കാൻ പറ്റുമോ അതിനകത്ത് മാപ്പ് എടുക്കാം മാപ്പ് എടുക്കും എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കണം കേട്ടോ. പിന്നെ വെള്ളം എടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചാണ്. ഓ 5 മിനിറ്റ് ഓവറിനാണ് അത് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളത്തിനകത്ത് എന്താ സാധനം ഇടണം നമ്മള് ഫുഡ് കാരണം എന്താ പോവാ എല്ല് ലൈറ്റർ ഉണ്ടല്ലേ ലൈറ്റർ വരും കേട്ടാ.
എനിക്കും ഇല്ല ഫുഡ്. കാരണം ഫുഡ് കിട്ടും. അവനും കൂടെ വരണ്ടേ സ്ലീപ്പ് ആയില്ല, ഇതുവരെ ആയില്ല. കുറെ 2 ഇത് മീറ്റ് ചെയ്യാൻ കിട്ടി. ഇവിടെ കിളി പറഞ്ഞു ഞാൻ പാടിച്ചിട്ടാണ് രാത്രി ആയതിൻ്റെ അധികം പറക്കിയില്ലതാണ്. കാക്കേന്ദ്രം വന്ന് അടിച്ചു പിന്നെ ഒരു കടിയിൽ നിന്നാണ് ഇതോ പറഞ്ഞോണൊന്ന് യാത്രയിന് പോകാമെന്നില്ല. ഇവിടെ അടിച്ചു ഞാൻ വരണം. വിചാരിക്കാൻ പറ്റില്ല.
ഹൗസ് ഗോയിങ്? ഫാം പണി നോക്കിയാണെങ്കിൽ ഒരു അഭിനവന് ഫുഡിലെന്ന് പറയുന്ന ഒരു കാക്കയുണ്ട് തിന്നാൻ വേണ്ടി കൊടുക്കും. ഫാം എന്താ ഫാം പണിയാണ്? എന്ത് ഇത് എന്തിനെന്ത് ചെടിയാണ് നാടാണ്. അതിപ്പോൾ ഒരു ഇതാകും കൂടെ കൃഷി. നീ നടണ്ടേ നമ്മള്? ഒരു ആലോവേറ ഉണ്ടോ നത്തിങ്. അതിനൊന്നും ഉണ്ട്. അഭിനയ കൊല്ലം ലൈഫില്ല മിണ്ടായി അഭിനയ. അവനിപ്പം റിവൈവ് ചെയ്തേ ഉള്ളൂ. ഞാനൊന്നും വിചാരിക്കണേ എന്താണ് വീണ് കൊന്നത്? അഭിനയ എന്ത് പ്രശ്നം? നീ ഫുള്ള് ചത്താ. റിവൈവ് ചെയ്യാൻ പറ്റും. ഓ കടി തന്നെ മാറിപ്പെട്ടി. ഉറങ്ങാൻ പറ്റും. ഉറങ്ങാൻ പിന്നെ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കൊടുത്ത എൻ്റെ ചാവട്ടെ ദിനം കൊടുക്കണം നീ. മേളിന്റെ കെണിയിൽ പോയി നോക്കാം. പിന്നെ മറ്റേ സ്പോട്ടിൽ നിന്ന് നോക്കാം. ഇതില് വെള്ളം നിറയ്ക്കാൻ എന്തോ നീ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്. നോക്കട്ടെ. കിളി കടി കിട്ടാത്ത ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കാന് നന്നാക്കാൻ പറ്റോടെ? അവിടെ എല്ലാണ് കേട്ടാ. ഇതെടുക്ക കേട്ടോ. ലൈറ്റ് ഞാൻ എപ്പാക്കി അത് മാറ്റി. ഗുഹ ഇങ്ങോട്ട് എവിടെ ആയിരുന്നു? എന്തായാലും എൻ്റെ ഇതാണല്ല. മാപ്പ് ഏത് മാപ്പ്? എന്നാണ് പറയണേ. ഈ പിടിക്കട്ടൊന്നും പറഞ്ഞില്ല. മാപ്പ് എടുക്കണമായിരിക്കണം നീ. നമ്മൾ എലിയുടെ ഗണിയല്ല. മേലിലെ ഗണി എവിടെയായിരുന്നു വെച്ചിരുന്നത്? അത് മറ്റേ അവിടെ നമ്മളെ ബേസിന് റൈറ്റ് സൈഡിൽ ഇവിടെ അല്ല. നേരത്തെ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് നിങ്ങൾ വേണി അങ്ങോട്ട്. ഫുഡില്ല, ഫുഡ് വല്ല ഒപ്പിച്ചിട്ട് നിങ്ങൾക്കുണ്ടോ ഫുഡ്? ഞാൻ രാത്രി മറ്റേ 2 കാക്കയെ പിടിച്ചു തിന്നു. നീ കാലി അതെയോ? എന്താ വിഷം എടുത്ത് കഴിച്ചാട്ടെ? വെള്ളം ഒരു അഴുക്ക് വെള്ളം കുടിച്ചാലും മതി. കുറച്ച് ഡാമേജ് എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഇത് ഫുള്ളാവുന്നു. വലിയ മാപ്പാണ് ഇത്. ഒരു മയിലല്ലേ എൻ്റെ മൂട്ടി കൂടെ പോണത്. എവിടെ സ്വാമി അവന്മാരെ സ്ഥലമാണോ കാണുന്നത്? നമ്മളെ പ്ലെയിൻ്റെ സീറ്റൊക്കെ ഇവിടെ കിടക്കണം കേട്ടോ. പ്ലെയിൻ്റെ സീറ്റൊക്കെ അവന്മാരെടുത്ത് അവന്മാരെ വീട്ടിൽ കൊണ്ടിട്ട് മോൺസ്റ്റർ ഓ ഞാൻ ഇവിടെ ആവും ചത്ത അവനെ പൊക്കിയാണ് ധാരണ. ചെയ്യാൻ പറ്റും. അവൻ ഗുണ്ട എവിടെ പോയാണ്ടോ? പുള്ളാരി നീ പോയാ ഒന്ന് റിവൈവ് ചെയ്താണ്.
അങ്ങനെ ഹെൽത്ത് ആവുന്നില്ലേ? മാമലെ എന്തരായി? നമ്മള് കാട്ടിൽ കിടന്ന ലൈവ് ഇട്ടിട്ടുണ്ടല്ലേ, കാട്ടിൽ പോയി കിടന്നാലും കണ്ടിരിക്കാം. വീടൊക്കെ പണിയൊക്കെ തുടങ്ങി. ഓ വയറില് ഒന്ന് വയറ് പകുതി കാലിയായി പിന്നെ കിടന്നു. ഒന്നുമില്ല, ഒരു മുയലിനെ കൊന്നിപ്പോ, അതിന് വീടിനൊന്ന് പൊരിച്ചെടുക്കുക അടിക്കണം. നമ്മൾ കെണി ഇവിടെ സെറ്റ് ചെയ്തെന്ന് മറന്നു. അവിടെ നിന്ന് മീനെ പിടിക്കാൻ ഫ്രണ്ട്സിപ്പം വരാന്ന് പറയും. അതാ മീന് വെള്ളത്തിന് അതൊന്ന് കറി പോണം. മീൻ ചാവ് കിട്ടും. ഇത് പിന്നാണോ നീ ചെടി? എന്തോ കൂടെ ഉള്ള വിശേഷം നടാൻ പറ്റുമോ അവിടെ മുറ്റത്ത്? ഗാർഡനൊക്കെ തുടങ്ങി, പക്ഷെ നടാൻ പറ്റുമോ ഇത്? അലോവേറ എന്തോ കുഞ്ഞു എന്തോ ചെടിയാണ് കൊണ്ടുപോട്ടെന്ന് പറഞ്ഞാണ്. നേരെ നടന്ന എന്തിനും നേരെ നീ ഇങ്ങനെ പൈസ സെറ്റ് ചെയ്യാതെ വടങ്കല്ലേ പോവാനുള്ളത്. ഇങ്ങോട്ട് പോകണമില്ല, ഇങ്ങോട്ടൊന്നും അറിയാം. പെട്ടി കിടക്കണ കൊറേ മറ്റേ പ്ലെയിനിൽ വീണത് കൊറേ ഒരു വലിയ കായലുണ്ട് അവിടെ, കായലും മലയൊക്കെ. അതിന്റെ അടുത്ത് മറ്റേ ഇതുപോലെ ഒരു വില്ലേജ് പോലെയാണ് ഇത്. നേരത്തെ പോയ പാളൊന്നും ഇല്ലായിരുന്നു. ഇത് ആള് ഇവിടെ നിന്ന് കയറൊക്കെ കിട്ടും, അതുകൊണ്ടാ 4 കയറെന്തോ ആവശ്യമുണ്ടായിരുന്നു. കയർ കിട്ടി അടുത്തിട്ട് ഇങ്ങനെ പാട വരെ ബാക്കിയാൻ കഴിക്കുക. ആണ് ഓഫ് ചെയ്യ സെറ്റിംഗ് പോയി. നമുക്ക് ഇവിടെയും ഗെയിം സേവ് ചെയ്യാം കേട്ടന്മാരെ. ഇവിടെ വന്നിട്ട് ഫുള്ള് ടെന്റ് അടിച്ച് കിടക്കണം. ഓ അങ്ങെന്തോ സാധനം ഉണ്ട്, അതുകൊണ്ട് പെരുത്തെന്തോ അതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ വരാം. എലിയുടെ കെണി ഇങ്ങോട്ട് വെച്ചെന്തോ മറന്നു, ഇപ്പൊ നിൽക്കുന്ന മറന്നു ഉണ്ടായിരുന്നു. എലിയതെല്ലാം അതുകൊണ്ട് ഒരു തന്നെ ബാക്കി അതെന്തൊക്കെയോ കയറ്റി ആണി തലയാട്ടി എന്തോ ചെയ്തു. തലയാട്ടി എടുക്കാൻ പറ്റില്ല. ഹരിശന്ന് വന്നാ അറിയോ? ഹരിശന്ന് വീസിൽ വന്ന് എന്തോ GTA ഓൺലൈനിലെ പൈസ ഇല്ലെന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ സ്ഥിരം GTAയിൽ കയറണോണ്ട് എങ്ങനെയാണോ പൈസ ഇല്ലാത്തത്? ചെലവാക്കണായിരിക്കും. ലെവലും കൂടണില്ലല്ലോ, എന്തോ ബഗ്ഗാണെന്ന് തോന്നുന്നു. ഇത്രയും ഒരു ദിവസം 18 മിനിറ്റ് കളിച്ചിട്ട് ഓക്കെ വരെ പറ്റില്ല. ഉടുമ്പ് ഉടുമ്പ് ട്രൈ പിടിച്ചിട്ട് അടങ്ങുള്ളൂ നീ എത്ര ഓടിയാല്. താഴോട്ട് കറക്റ്റ് എങ്ങനെ അടിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ മറ്റേ ആഞ്ഞേ വീശുള്ളൂ, ഡബിൾ ജമ്പ് ചെയ്ത് അടിച്ചു. സൈഡിലോട്ടേ വീശു, മറ്റേ ഫ്രണ്ടിലോട്ട് വീശുന്നില്ല. ഒരു മഴ കൊന്നടേ ഇങ്ങനെയാണ്. അൾട്ര അല്ലേ ഗ്രാഫിക്സ്? പഴയ 2014 തുടങ്ങി ഇത്രയുണ്ടല്ലേ ഗ്രാഫിക്സ്? എന്റെ സാധനം എന്റെ ഉണ്ട്, എന്റെ വിദ്യാഭ്യാസം അതായിരിക്കും.
ഇതാണോ മറ്റോ കൊള്ളാമെന്നല്ല ക്യാമറ ആറായിരുന്നു. ക്യാമറ ലാക്സ് 1 ഇയറാ ഇത് വാക്കിയിട്ടൊക്കെയുണ്ടെന്ന്. ഇത് മറ്റേ ഇത് കലണ്ടറാസ് പറഞ്ഞുണ്ടോ? ഇത് സ്റ്റാറ്റസ് കാണിക്കുന്നില്ല. ഇത് തന്നെ നല്ലതാണോ ആണ് ഡാമേജ് ബ്ലോക്ക് സൂപ്പറാ. അതിന് നല്ല ഡാമേജ് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, സ്പീഡിൽ തന്നെ ഉള്ളു. സ്പീഡൊക്കെ ഉണ്ട്. സ്പീഡ് നല്ല ഡാമേജ് ഉണ്ട്. ഒരടിക്ക് ചാവും. മറ്റേ അത്ര 10-15 അടി അടിക്കുന്നതിന്. ആനല്ലേ? ആ കിട്ടി. ഒന്ന് കിട്ടിയത് ഞാൻ നിന്നോളൂ. ഒന്ന് അറിയിട്ടാ കഴിയും. ഇറക്കി വിടുക ഗെയിമിന്റെ ആണെന്ന് നേരത്തെ തന്നെ. ഒന്ന് കിട്ടിയ പിന്നെ നിന്നു. തല വേണ്ട. തല എനിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കേണ്ട. കളക്ഷൻ പോലെ എല്ലാം തുടങ്ങാൻ പറ്റുമായിരിക്കും. മറ്റേ ബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. വീട് വേണമെങ്കിൽ അറിയും. ഫ്രണ്ട്സ് ഗെയിമിൽ നിന്ന് തുടങ്ങിയാടി അങ്ങനെ വരില്ല. പഠിക്കാൻ പോയി അവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നാളത്തെ എക്സാം എല്ലാം അറിയാമോ മറ്റേ അവർക്ക്. ഞാനും പോകണം. എനിക്കൊന്നും എനിക്ക് അറിഞ്ഞൂള്ളൂ. ഇനി കുറച്ച് ഇതായില്ല. പഠിക്കണം. പോയാലും അവനെ മറ്റേ തുണിയിടാത്തവന്മാരി. ഇല്ല കുറച്ച് കഴിഞ്ഞാല കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. അപ്പം ഇപ്പം വിശപ്പില്ല. മറ്റേ ഇത് കഴിച്ചേ ഉള്ളൂ ഇപ്പൊ പലഹാരം. മറ്റേ അവിടെ നിന്ന് ഉണ്ടോന്ന്. പക്ഷെ വിശപ്പില്ല എനിക്ക്. വേറെ ഗെയിം കളിച്ചാലേ അവന് ഇത് ഇപ്പം ഞാൻ അവനും കൂടെ വന്നിട്ട് കളിക്കാം. പിന്നെ പഠിച്ചിട്ടോ സേവ് ചെയ്ത് പൈസ കത്തിക്കും. ഞാൻ നീ ഇറങ്ങിയോണ്ട് നീ ചത്തോട്ടും വലിയ ആണ് ചെയ്യണം. മരം വെട്ടാൻ പറ്റുമോ ഈ തലയോട്ടി പോലത്തെ സാധനം വെച്ച്? ആ കേട്ടേടി. മരം വെട്ടാൻ പറ്റില്ല.
കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ ഇതും ഒരു പ്രൊഡക്റ്റ് പറ്റി? ഇല്ല. കള്ളയ്ക്കുപ്പ തലയോട്ടിയ സാധനങ്ങളൊക്കെ ഇൻവെന്ററിയിൽ പിടിച്ച് കമ്പൈൻ ചെയ്യാൻ പറ്റും. സംഭവം ജന്മന ഉള്ളതായിരിക്കും.